എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 80 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതുവരെ കഴിഞ്ഞ പാർട്ടുകളൊക്കെ തന്നെ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് തുടങ്ങാം. വൺസ് അഗെയിൻ വെൽക്കം ടു I+ ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മുടെ ഇന്നത്തെ സെഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലെ 81ാമത്തെ ചോദ്യം, ദ യങ് ബംഗാൾ മൂവ്മെന്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ഹൂം? ആരാണ് യങ് ബംഗാൾ മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്തത് എന്നുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 4 ഓപ്ഷൻസ്: ബാലശാസ്ത്രി ജംബേദ്കർ, ഹെൻറി വിവിയൻ ഡെറോസിയോ, ഓപ്ഷൻ സി ഗോപാൽ ഹരി ദേശ്മുഖ്, ഓപ്ഷൻ ഡി ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. നമുക്കപ്പോൾ ആൻസർ നോക്കാം. യങ് ബംഗാൾ മൂവ്മെന്റ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെൻറി വിവിയാൻ ഡെറോസിയോ ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. ബംഗാളില് വന്നിട്ടുണ്ടായിരുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു യങ് ബംഗാൾ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഡെറോസിയൻസ് എന്നാണ് ഈ മൂവ്മെന്റ് മറ്റൊരു പേരിൽ ഡെറോസിയൻസ് എന്ന പേരിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് ഒരു ഇന്റലക്ച്വൽ അതുപോലെ ഒരു സോഷ്യൽ റീഫോം മൂവ്മെന്റ് ആണ് കേട്ടോ. കൽക്കട്ടയിലെ ഹിന്ദു കോളേജിലെ ഒരു അധ്യാപകനായിട്ടുണ്ടായിരുന്ന ഒരു ടീച്ചറായിട്ടുണ്ടായിരുന്ന ഹെൻറി ലൂയിസ് വിവിയാൻ ഡെറോസിയോ ആണ് ഇത് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഒരു 19th സെഞ്ചുറിയിലൊക്കെ ധാരാളം സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് പല പല ഭാഗങ്ങളിലും എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒന്ന് തന്നെയാണ് യങ് ബംഗാൾ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ തന്നെ, അതായത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള കസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ ഒന്ന് ഓവർത്രോൺ ചെയ്യാം, മോഡേൺ ആയിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യുക, അതൊക്കെയാണ് ഈ യങ് ബംഗാൾ മൂവ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള എയിംസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. യൂറോപ്യൻ എൻലൈറ്റ്മെന്റ് ഐഡിയാസും ഇതിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു യൂറോപ്യൻ എൻലൈറ്റ്മെന്റ് പീരീഡിന്റെ ഒരു ഇൻസ്പിറേഷനും കൂടി ഈ ഒരു യങ് ബംഗാൾ മൂവ്മെന്റിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 82ാമത്തെ ചോദ്യം, so far as Bengal is concerned, Vivekananda may be regarded as the spiritual father of the modern nationalist movement. Whose statement is this? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. So far as Bengal is concerned, Vivekananda may be regarded as the spiritual father of the modern nationalist movement. അതായത് ബംഗാളിലെ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ വിവേകാനന്ദനെ സ്പിരിച്വൽ ഫാദർ ആയിട്ട്, മോഡേൺ നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ സ്പിരിച്വൽ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സുഭാഷ് ചന്ദ്രബോസ്, രവീന്ദ്രനാഥ് ടാഗോർ, ബിപിൻ ചന്ദ്രപാൽ, ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്നിങ്ങനെയാണ് നമ്മുടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ് ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് തന്നിട്ട്, അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ആര് പറഞ്ഞു എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് കണ്ടുവരാറുണ്ട്. PYQ തന്നെ നമ്മൾ അതെടുത്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ വന്നിട്ടുള്ളത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നേതാജി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലീഡർഷിപ്പ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് എന്ന നേതാജി. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ഗിവ് മീ ബ്ലഡ് ഐ വിൽ ഗീവ് യു ഫ്രീഡം. നിങ്ങൾ എനിക്ക് രക്തം തരും, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നുള്ള ഒരു കോട്ട് പറഞ്ഞിട്ടുള്ളത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. 1919 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുന്നത്. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുമ്പോൾ നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര്. ജനുവരി 12, 1863 അദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ബർത്ത് ഡേറ്റ് നാഷണൽ യൂത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. കൽക്കട്ടയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്, അറിയാലോ. രാമകൃഷ്ണ മിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് സ്വാമി വിവേകാനന്ദനാണ്. 83ാമത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഫസ്റ്റ് ലിസ്റ്റ് സെക്കൻഡുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലിസ്റ്റ് ഫസ്റ്റിൽ കുറച്ച് ഓർഗനൈസേഷൻസിന്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. സേവാ സദൻ, തത്വബോധിനി സഭ, ദേവസമാജ്, സ്വയം മര്യാദ ഐക്യം. ലിസ്റ്റ് സെക്കൻഡിൽ കൊടുത്തിട്ടുള്ളത് ഫൗണ്ടേഴ്സിന്റെ പേരുകളാണ്. ദേവേന്ദ്രനാഥ ടാഗോർ,
ബ്രഹ്മാജി മലബാറി, EV രാമസ്വാമി നായ്ക്കർ, ശിവനാരായൺ അഗ്നിഹോത്രി. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മൾ നേരത്തെ സ്ലൈഡിൽ നൽകിയിട്ടുള്ള ആ ഒരു ടേബിൾ കണ്ടില്ലേ, അതിൻ്റെ കോഡുകളാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. ഈ കോഡായിട്ടാണ് നമ്മൾ ആൻസർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസറൊക്കെ വേഗം കണക്ട് ചെയ്തോളൂ. നമുക്ക് അടുത്ത സ്ലൈഡിൽ ആൻസർ കാണാം. ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് A2, B1, C4, D3 എന്നിങ്ങനെയാണ് ശരിയായിട്ടുള്ള ഒരു കോഡ് വരുന്നത്. അതായത് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ആണ് ഞാനിവിടെ താഴെ നൽകിയിട്ടുള്ളത്, ടേബിളായിട്ട് നൽകിയിട്ടുള്ളത്. സേവാസദൻ ബഹ്റാംജി മലബാറിയാണ് അത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. സേവാസദൻ ഫൗണ്ട് ചെയ്യുന്നത് 1908-ലാണ്. ബഹ്റാംജി മലബാറി, അതായത് BM മലബാറി എന്നാണ് കോമൺലി അറിയപ്പെടുന്നത്. അദ്ദേഹത്തോടൊപ്പം ദിവാൻ ദയാറാം ഗിഡുമൽ എന്ന ഒരു വ്യക്തി കൂടി, DD ഗിഡുമൽ എന്നൊരു വ്യക്തി കൂടി അദ്ദേഹത്തിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഫൗണ്ടേഷന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഒരു ഓർഗനൈസേഷന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത് രമാബായ് റാനഡെ ആയിരുന്നു. ഇനീഷ്യലി ബോംബെയിലാണ് സേവാസദൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 1908-ൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ബോംബെയിലായിരുന്നു. പിന്നീട് 1909-ലെ ഈ നേരത്തെ പറഞ്ഞ റാനഡെ ഉണ്ടല്ലോ, രമാബായ് റാനഡെ, അവര് ഇത് പൂനെ സേവാസദൻ നിന്നിട്ട് ആരംഭിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അടുത്തത് തത്വബോധിനി സഭ. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. 1839-ൽ കൽക്കട്ടയിൽ വെച്ചിട്ടാണ് ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ദേവസമാജ് ആണ്. ശിവനാരായൺ അഗ്നിഹോത്രിയാണ് ദേവസമാജ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. 1887-ലാണ് ഈ ഒരു സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് സ്വയം മര്യാദ ഐക്യം എന്ന് പറയുന്നത് EV രാമസ്വാമി നായ്ക്കറാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പേര് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയും ഫെമിലിയർ ആയിരിക്കില്ല. അതായത് സ്വയം മര്യാദ ഐക്യം എന്നുള്ളത് നമ്മൾ ഈ ഒരു പേരായിരിക്കില്ല കോമൺലി കേട്ടിട്ടുണ്ടായിരിക്കുക. ഇതിന്റെ ആക്ച്വൽ പേര് ഇതാണ്. അതായത് തമിഴ് നെയിം ആണ് ഇത്. ഇതിനെ എന്തോ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയേ, ഏതാണെന്ന് മനസ്സിലാവും. ആത്മാഭിമാന പ്രസ്ഥാനം എന്ന് കേട്ടിട്ടില്ലേ, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, അതാണ് ഈ ഒരു സ്വയം മര്യാദ ഐക്യം എന്ന് പറയുന്നത്. EV രാമസ്വാമി നായ്ക്കറാണ് ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. 1925-ലാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഫൗണ്ട് ചെയ്യുന്നത്. ചോദ്യം നോക്കാം. 84-ാമത്തെ ചോദ്യം. Who among the following was responsible for convening the first meeting of the Bharat Sri Mahamandal in Allahabad? ഭാരത് സ്ത്രീ മഹാമണ്ഡൽ എന്നുള്ള ആ ഒരു മീറ്റിംഗ്, അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് ആരാണ് നടത്തിയത്, അലഹബാദിൽ വെച്ചിട്ട് കണ്ടക്ട് ചെയ്തത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രമാബായ് റാനഡെ, സർലാദേവി ചൗധരണി, മാർഗരറ്റ് കസിൻ, കമലാദേവി ചതോപാധ്യായ. 4 ഓപ്ഷൻസ് ആണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. സരളാദേവി ചൗധരണി അവരാണ് ആദ്യത്തെ മീറ്റിംഗ്, ഭാരത സ്ത്രീ മഹാമണ്ഡലിന്റെ ആദ്യത്തെ മീറ്റിംഗ് അലഹബാദിൽ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. 1910-ലാണ് ഈ ഒരു മീറ്റിംഗ്, അതായത് ഭാരത് സ്ത്രീ മഹാമണ്ഡൽ എന്ന് പറയുന്ന മീറ്റിംഗ് അലഹബാദിൽ കണ്ടക്ട് ചെയ്യുന്നത് 1910-ലാണ്. ഈ ഒരു വിമൻ ഓർഗനൈസേഷന്റെ ഫൗണ്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ സരളാദേവി ചൗധരണീനെ തന്നെയാണ്. ഭാരത് സ്ത്രീ മഹാമണ്ഡൽ എന്ന് പറയുന്നത് നാഷണൽ ലെവലിലുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ വിമൻ ഓർഗനൈസേഷൻ ആണ്. ഫീമെയിൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഓർഗനൈസേഷന്റെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് എയിം എന്ന് പറയുന്നത്. ഇനി തെറ്റിപ്പോവാനായിട്ട് സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ ഇതിന്റെ കൂടെ പറയാം. ഭാരത് സ്ത്രീ മഹാമണ്ഡൽ സ്ഥാപിച്ചത് സരളാദേവി ചൗധരണിയാണ്. എന്നാൽ ഭാരത് മഹിളാ പരിഷത്ത് സ്ഥാപിച്ചത് രമാബായ് റാനഡെയാണ് 1904-ല്. ഓക്കെ, അപ്പൊ രണ്ടും തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. 1904-ല് രമാബായ് റാനഡെയാണ് ഭാരത് മഹിളാ പരിഷത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1910-ല് സരളാദേവി ചൗധരണിയാണ് ഭാരത് സ്ത്രീ മഹാമണ്ഡൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചൗരി ചൗര ഇൻസിഡന്റ് ഒക്യൂർഡ് ഓൺ,
അപ്പൊ എന്നാണ് ചൗരി ചൗര സംഭവം നടന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാർച്ച് 5 1922, ഫെബ്രുവരി 5 1922, ഏപ്രിൽ 5 1922, ജാനുവരി 5 1922 എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. നോക്കാം. ചൗരി ചൗര ഇൻസിഡന്റ് നടന്നിട്ടുള്ളത് ഫെബ്രുവരി 5 1922 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചൗരി ചൗര ഇൻസിഡന്റ് പറയുന്നത്. അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു ജാഥയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ജനങ്ങളെ പോലീസ് വെടിവെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പ്രതിഷേധമായിട്ട് ആ ഒരു ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ തീയിടുന്ന ഇൻസിഡന്റ് ആണ് ഈ ചൗരി ചൗര ഇൻസിഡന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1922 ഫെബ്രുവരി 5 ചൗരി ചൗര ഇൻസിഡന്റ് നടക്കുന്നത്. ഈ ചൗരി ചൗര ഇൻസിഡന്റ് നടന്നതിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തിവെക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് ഇവന്റുകൾ നൽകിയിട്ടുണ്ട്. അത് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ മദ്രാസ് മഹാജനസഭ, ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ ലീഗ് അണ്ടർ ശിശിർ കുമാർ ഘോഷ്, ഫോർമേഷൻ ഓഫ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ബൈ ദാദാഭായ് നവറോജി, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി. അപ്പോൾ ഇതിന്റെ കോഡുകളാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. നമുക്ക് ആൻസർ നോക്കാം. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 4, 3, 2, 1 എന്നിങ്ങനെയാണ് ആ ഒരു അറേഞ്ച്മെന്റ് വരുന്നത്. നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണ്, ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ഇവന്റ് ഓർഗനൈസേഷൻ ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ആ ഇവന്റിന്റെ പേര് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പേര്, അത് ഫൗണ്ട് ചെയ്തിട്ടുള്ള വ്യക്തി, അതല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ലീഡർ ആരാണ്, ദെൻ അതിനോടൊപ്പം തന്നെ ആ ഒരു പർട്ടിക്കുലർ പ്ലേസ്, ഇത് മൂന്നും നമ്മൾ ഒരു ടേബിൾ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ മെനക്കെട്ടിരുന്നിട്ട് അതൊരു ടേബിൾ ആക്കി എടുത്തിട്ടേ നമ്മൾ അടുത്ത പോർഷൻ പഠിക്കൂ എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു പേപ്പറിൽ ഒരു ടേബിൾ ആക്കി വരച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു ബുക്ക് ഒക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഇൻസിഡന്റ് അതൊക്കെ നമ്മൾ വായിച്ചു പോവുമല്ലോ. അങ്ങനെ വായിച്ചു പോകുമ്പോൾ അത് നിങ്ങൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള പേപ്പറിൽ നോട്ട് ചെയ്യുക. അപ്പൊ അതിനായിട്ട് പ്രത്യേകം ടൈം കണ്ടെത്തണ്ടാന്ന് മനസ്സിലായോ? അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമിന് അല്ലെങ്കിൽ അടുത്ത വേറൊരു എക്സാമിന് നമുക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും, ആ ഒരു നോട്ട് അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോൾ. ഓക്കെ, പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്തരത്തില് ഇയർ, അതുപോലെ ഇയർ അനുസരിച്ച് ഇയർ ഒക്കെ നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 4, 3, 2, 1 എന്നിങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. നാലാമത്തേത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി ആണ് നാലാമത്തേത് വരുന്നത്. 1843 കൽക്കട്ടയിലാണ് ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി ഫൗണ്ട് ചെയ്യുന്നത്. ഞാനതിന്റെ ഇയർ ഇവിടെ എഴുതാം. 1843 ആണ് ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി ഫൗണ്ട് ചെയ്യുന്ന ഇയർ വരുന്നത്. കൽക്കട്ടയിലാണ് ഇതിന്റെ ഫൗണ്ടേഷൻ. ജോർജ് തോംസൺ അതുപോലെ പേളി ചന്ദ് മിത്ര ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ ഒരു അസോസിയേഷൻ ഫൗണ്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ച് അതൊക്കെ ഇവരുടെ ഡാറ്റയിൽ ആഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടായിരുന്ന ജനങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് അവരുടെ ഒരു കണ്ടീഷൻ, വേ ഓഫ് ലൈഫ്, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. അടുത്തത് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ബൈ ദാദാഭായ് നവറോജി ആണ്. ദാദാഭായ് നവറോജി ഫൗണ്ട് ചെയ്തിട്ടുള്ള 1866 ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്ന് പറയുന്നത്. 1866. ഓക്കെ,
ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആയിരുന്നു ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു വെൽഫെയർ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു സിറ്റുവേഷൻ അതൊക്കെ ബ്രിട്ടീഷുകാരനെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് അതോറിറ്റീനെ അറിയിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും മറ്റും വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷൻ ആയിരുന്നു ദാദാഭായ് നവറോജി ഫൗണ്ട് ചെയ്തിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യ ലീഗ് അണ്ടർ ശിശിർ കുമാർ ഘോഷ്. 1875 ശിശിർ കുമാർ ഘോഷ് ആണ് ഈ ഒരു ഇന്ത്യ ലീഗ് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൽക്കട്ടയിൽ വെച്ചിട്ടായിരുന്നു ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1875. ഓക്കെ, 1875. ജനങ്ങൾക്കിടയിൽ ഇന്ത്യൻ നാഷണലിസവും അതുപോലെ ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഫോർമേഷൻ അല്ലെങ്കിൽ രൂപം കൊണ്ടുവന്നിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് ഇന്ത്യ ലീഗ് എന്ന് പറയുന്നത്. അടുത്തത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മദ്രാസ് മഹാജനസഭ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രിഡിസസർ, അതായത് ഒരു മുന്നോടി എന്ന് പറയാവുന്ന ഒരു അസോസിയേഷൻ ആണ് മദ്രാസ് മഹാജനസഭ എന്ന് പറയുന്നത്. 1884 ഇത് ഫൗണ്ട് ചെയ്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് ഫൗണ്ട് ചെയ്യുന്നത്? 1885 അല്ലെ? അപ്പോൾ 1884 മദ്രാസ് മഹാജനസഭ ഫൗണ്ട് ചെയ്യുന്നത്. 1884. ഓക്കെ, 1884 മെയ് 16 മദ്രാസ് മഹാജനസഭ ഫൗണ്ട് ചെയ്യുന്നത്. 87ാമത്തെ ചോദ്യം. Which among the following was not a recommendation of the Woods Dispatch of 1854? 1854 വൂഡ്സ് ഡെസ്പാച്ചിലെ റെക്കമെൻഡേഷൻ അല്ലാത്തത് താഴെ തന്നിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ടീച്ചർ ട്രെയിനിങ്, എൻകറേജ്മെന്റ് ഓഫ് ഫീമെയിൽ എഡ്യൂക്കേഷൻ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റിഫോർമേറ്ററി സ്കൂൾസ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വൂഡ്സ് ഡെസ്പാച്ച് ഒക്കെ നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ് അല്ലെ? നോക്കാം. ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ ഡി, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റിഫോർമേറ്ററി സ്കൂൾസ് എന്നുള്ളതാണ്. നമുക്കത് ചോദ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു വൂഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത്. 1854 ഇത് ഈ ഒരു റെക്കമെൻഡേഷൻസ് വരുന്നത് തന്നെ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന ഒന്നാണ് ഈ ഒരു വൂഡ്സ് ഡെസ്പാച്ച്. ഇത് തയ്യാറാക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബോർഡ് ഓഫ് കൺട്രോളിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ചാൾസ് വുഡ് ആണ്. ഇത് ആർക്കാണ് നൽകുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോർഡ് ഡൽഹൌസിക്കാണ് ഈ ഒരു റെക്കമെൻഡേഷൻസ് അദ്ദേഹം കൊടുക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലത്തെ ഗവർണർ ജനറൽ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ലോർഡ് ഡൽഹൌസി. 1854 കേട്ടോ. ഹയർ ലെവലില് ഇംഗ്ലീഷ് ലാംഗ്വേജിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, എന്നാൽ ലോവർ ലെവലില് വെർനാക്കുലർ ലാംഗ്വേജസും കൂടി കൊണ്ടുവന്നുകൊണ്ട് ഉള്ള ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണം എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ ആണ് മെയിൻലി. ഇതിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. വൂഡ്സ് ഡെസ്പാച്ചിന്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. 88ാമത്തെ ചോദ്യം. Who said the Government of India Act 1919 forged fresh fetters for the people? അതായത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ജനങ്ങൾക്ക് പുതിയ ചങ്ങാലക്കെട്ടുകൾ തീർത്തു എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു സെഷനിൽ ഇന്നത്തെ സെഷനിൽ രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് മീൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ആര് പറഞ്ഞു എന്ന് ചോദിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ധാരാളമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ പുതിയൊരു പാറ്റേൺ പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് കുറച്ച് നാളായിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെയും ഇപ്പതേ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ PYQ തന്നെ മാക്സിമം ഇതെടുത്ത് നോക്കുക. നമ്മൾ മാക്സിമം നമ്മുടെ നോട്ട്സിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ആ ഒരു ആക്ട് ജനങ്ങൾക്ക് ചങ്ങലക്കെട്ടുകൾ തീർത്തു എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലക്, ആനി ബെസന്റ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്ക് ആൻസർ നോക്കാം. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ ബി, സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഈ 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന പേരിലാണ് കൂടുതലും അറിയപ്പെടുന്നത്.
ഇന്ത്യയിൽ ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് വരണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഒരു ആക്ട് ആണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ, ഗവൺമെന്റിലെ ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. പ്രൊവിൻഷ്യൽ ലെവലിൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആക്ട് കൂടിയായിരുന്നു 1919 ഈ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 89ാമത്തെ ചോദ്യം. The first president of നിഖിൽ ഭാങ്ക ബസ്തുഹാര കർമ്മ പരിഷത്ത്, അതായത് ഓൾ ബംഗാൾ റെഫ്യൂജി ആക്ഷൻ കമ്മിറ്റി വാസ്, ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഓൾ ബംഗാൾ റെഫ്യൂജി ആക്ഷൻ കമ്മിറ്റിയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മഹാത്മാ ബാനർജി, മൃണാൾ സെൻ, അമൃത്ലാൽ ചാറ്റർജി, ജൈനിലാൽ ഭട്ടാചാര്യ. ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, അമൃത്ലാൽ ചാറ്റർജി ആണ് ശരിയായിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. 1948 ഈ ഒരു ഓർഗനൈസേഷൻ, അതായത് നിഖിൽ ഭാങ്ക ബസ്തുഹാര കർമ്മ പരിഷത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ബംഗാളില്, അതായത് നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസോട് അനുബന്ധിച്ചിട്ട് ബംഗാളിൽ വന്നിട്ടുള്ള അഭയാർത്ഥി പ്രവാഹം ഉണ്ടല്ലോ, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഓർഗനൈസേഷൻ. അമൃത്ലാൽ ചാറ്റർജി ആണ് ഇതിന്റെ അതായത് ഈ ഒരു ഓർഗനൈസേഷന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ 90th ക്വസ്റ്റ്യൻ. Who was the ruler of Vijayanagara when Abdul Razak the Persian traveler visited? അപ്പോൾ പേർഷ്യൻ ട്രാവലർ ആയിട്ടുണ്ടായിരുന്ന അബ്ദുൽ റസാഖ് വിജയനഗര കിങ്ഡം വിസിറ്റ് ചെയ്തപ്പോൾ ആരായിരുന്നു അവിടുത്തെ റൂളർ ആയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആരുടെ ഭരണ കാലഘട്ടത്തിലാണ് അബ്ദുൽ റസാഖ് വിജയനഗര കിങ്ഡം വിസിറ്റ് ചെയ്തത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബുക്ക ഫസ്റ്റ്, ഹരിഹര ഫസ്റ്റ്, ദേവരായ സെക്കൻഡ്, അച്യുത ദേവരായ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ്. എ ബി സി ഡി എന്നുള്ള 4 ഓപ്ഷൻസ് ഈ പറഞ്ഞവയാണ്. നമുക്ക് ആൻസർ നോക്കാം. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ദേവരായ സെക്കൻഡ് എന്നുള്ളതാണ്. 1443 സിയിലാണ് അബ്ദുൾ റസാഖ് വിജയനഗര കിങ്ഡം വിസിറ്റ് ചെയ്യുന്നത്. 1443 അബ്ദുൾ റസാഖ്, പേർഷ്യൻ ട്രാവലർ ആയിട്ടുണ്ടായിരുന്ന അബ്ദുൾ റസാഖ് വിജയനഗര കിങ്ഡം വിസിറ്റ് ചെയ്തു. ദേവരായ സെക്കൻഡ് എന്ന റൂളറിന്റെ, സംഗമ റൂളറിന്റെ കാലഘട്ടത്തിലായിരുന്നു ഇദ്ദേഹം വിജയനഗര കിങ്ഡം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എ ഗ്രാൻഡ് ആൻഡ് പ്രോസ്പെറസ് മെട്രോപോളിസ് എന്നാണ് ഈ ഒരു വിജയനഗര സിറ്റിനെ ഇദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അബ്ദുൾ റസാഖിനെ കുറിച്ചിട്ട് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു പേർഷ്യൻ അംബാസിഡർ ആണ് എന്നുള്ളത് പറഞ്ഞു. പേർഷ്യൻ ട്രാവലർ ആണ്, അംബാസിഡർ ആണ്. അംബാസിഡർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വരുന്ന വ്യക്തിനെയാണ് അംബാസിഡർ എന്ന് പറയുന്നത്. പേർഷ്യയിലെ തിമുറിദ് റൂളർ ആയിട്ടുണ്ടായിരുന്ന ഷാറൂഖിന്റെ കോർട്ടിൽ നിന്നുമാണ് ഇദ്ദേഹം വരുന്നത്. അതായത് ഒന്നുകൂടി പറയാം, പേർഷ്യയിലെ തിമുറിദ് റൂളർ ആയിട്ടുണ്ടായിരുന്ന ഷാറൂഖിന്റെ കോർട്ടിൽ നിന്നാണ് അംബാസിഡർ ആയിട്ട്, പേർഷ്യൻ അംബാസിഡർ ആയിട്ട് ഇദ്ദേഹം വിജയനഗര എംപയർ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. എന്നാണ് വരുന്നത്? 1443 സിയിലാണ് വരുന്നത്, ദേവരായ സെക്കൻഡിന്റെ പീരീഡിൽ. ഒരു ഡിപ്ലോമാറ്റിക് മിഷന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. ദേവരായ സെക്കൻഡിനെ കുറിച്ച് പറയുമ്പോൾ പ്രൗഢദേവരായ എന്നറിയപ്പെടുന്ന കിങ് ആയിരുന്നു ഈ ദേവരായ സെക്കൻഡ്. സാൻസ്ക്രിറ്റ്, കന്നഡ സ്കോളേഴ്സിനൊക്കെ ധാരാളമായിട്ട് പാട്രണൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദേവരായ സെക്കൻഡ്. അതായത് ഇദ്ദേഹം ഈ ലിറ്ററേച്ചർ, ആർട്ട് അതിൻ്റെയൊക്കെ ഒരു ഗ്രേറ്റ് പാട്രോൺ ആയിരുന്നു. പേർഷ്യയും ചൈനയുമായിട്ടൊക്കെ ഫോറിൻ റിലേഷൻസ് ഇദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത 10 ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ, ആൻസർ, എക്സ്പ്ലനേഷൻ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളോട് ചോദിക്കാവുന്നതാണ്. നമ്മളത് കറക്റ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ once again, thank you.